ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബ്ദു ഗെയിമിംഗ് മാസ്റ്റർ. അപ്പോൾ നമ്മൾ 3 ദിവസമായില്ലേ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മൾ മൂന്ന് 4 ദിവസമൊക്കെ ആയി തോന്നുന്നു ഗൈസ്. എൻ്റെ എക്സാം ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞു, ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ പറയാനില്ല, ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു ഗൈസ്. ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ കേൾക്കുന്നുണ്ടിരിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ എന്ത് ഷിഫ്റ്റ് ചെയ്യാൻ പോകണമെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ വീട് പൊളിക്കാനും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ സ്ഥലത്ത് കുറച്ച് അധികം ക്രീപ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഫേർണിച്ചേഴ്സും ഒക്കെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ ഏത് വീടാണ് നോക്കണമെന്ന് അറിയാം. നിങ്ങൾ നോക്കണം ഗൈസ്. ഇതൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അത് വെറുതെ ഒരു സിറ്റി പോളൊക്കെ ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒരു രസമില്ല, എനിക്കത്ര രസമായിട്ട് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കിയത്. ഒരു ഒന്നുമില്ല. നമുക്ക് അവിടെ കണ്ട പുതിയതായിട്ട് എന്തൊക്കെയോ വന്നിക്കുന്നുണ്ട്. അത് ഞാൻ ശരിക്കും ഒരു റൈഡാണ് ഗൈസ്. നമ്മുടെ ഒരു ആപ്പിൾ ഫുഡൊന്നുമില്ല. നമ്മുടെ കുറേ അയൺ അതൊക്കെ ഉണ്ട്. ഫുഡൊന്നുമില്ലല്ലോ. ആപ്പിൾ കഴിക്കാം. ഓക്കെ, നല്ല വിശപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അതല്ലേ കളിക്കാൻ പോണേ ഗൈസ്. ആ ദൂരെ കാണുന്ന എന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ആ ദൂരെ കാണുന്ന എന്താണ് ഗൈസ്? അതാണ് നമ്മുടെ പുതിയ വീട്. കാണുമ്പോൾ ഒരു ചെറിയ മാൻഷൻ, കുട്ടി മാൻഷൻ. ഈ സാധനം ശരിയാക്കണം ഗൈസ്. എനിക്ക് ഇത് ശരിക്കും ക്രീപ്പർ അത് പൊട്ടിച്ചാണ് ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം. മീമികളുണ്ട്. മീമികൾ. ഓക്കെ ഗൈസ്, മീമികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡ് എത്തിക്കുകയാണ്. കാണുമ്പോൾ ഒരു ചെറിയ കുട്ടി മാൻഷൻ അല്ലേ? കുട്ടി മാൻഷൻ, നമ്മളിതിന് കുട്ടി മാൻഷൻ എന്ന് പറയാം. അപ്പോൾ കുട്ടി മാൻഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി മാൻഷൻ. അപ്പോൾ നമ്മുടെ കുട്ടി മാൻഷനിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ വീട് മാറാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ വീട് മാറുന്ന വേറെ വീട്. ഇത് ശരിക്കും ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ. നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടുന്നാണ് നമ്മൾ ഡോങ്കീനെ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ നമ്മൾ ഡോങ്കീനെ ഇവിടുന്ന് പിടിച്ചിട്ടല്ലേ നമുക്ക് ലെതറൊക്കെ കിട്ടിയത്. വീഡിയോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് ഞാൻ മുന്നൊരു കവല്ല, ഈ കുതിര ഉണ്ടായിരുന്നു. എനിക്ക് മുന്നൊരു കുതിര ശരിക്കും മരിച്ചുപോയി ഗൈസ്. ക്രീപ്പർ ഒന്ന് പൊട്ടിച്ച് ഞാൻ പറഞ്ഞില്ലേ അവിടെ. അപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ സ്ഥലം ശരിക്കും നല്ല കൺജസ്റ്റഡ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. ഞാനത് റെഡിയായി. ഇന്നലെ രാവിലെ എനിക്ക് ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞാനൊരു 9 മണി 10 മണി 8 മണി 9 മണിക്ക് ഇവിടെ ഖത്തർ ടൈമിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഖത്തർ ടൈമിങ്ങിൽ ഇവിടെ 9 മണി 10 മണിക്കൊക്കെ എണിച്ചിട്ട് 9-10 മണിക്കൊക്കെ എണിച്ചിട്ട് എനിക്കൊരു വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഒരു ടൂർ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 വടികളുണ്ട് ഉള്ളിൽ കയറാൻ. ഇത് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഇറങ്ങാനാണ് ഗൈസ്. ഓക്കെ, നമ്മൾ കയറാനുള്ള വഴി ഇതാണ് ഗൈസ്. ഇത് ഉണ്ടാക്കിയത് സ്നോ കൊണ്ടാണ് ഗൈസ്. സ്നോവിൻ്റെ കാർപ്പറ്റ്. ഇത് ക്വാർട്സ് ബ്ലോക്സ്. ഇത് വൈറ്റ് കോൺക്രീറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ അറിയാലോ, ഇതിൻ്റെ അടിയിൽ ബ്ലൂ കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ ഒരു ബ്ലൂ സ്റ്റെയിൻ ഗ്ലാസ്, പിന്നെ വാട്ടർ. പിന്നെ ഇത് ബ്ലാക്ക് സ്റ്റെയിൻ ഗ്ലാസ് ആണ് ഗൈസ്. ഇത് ബ്ലാക്ക് സ്റ്റെയിൻ ഗ്ലാസ്. ഇത് ഡീപ്പ് സ്റ്റേ വാളാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഗ്ലാസ്, നമ്മുടെ ബ്ലൂ സ്റ്റെയിൻ ഗ്ലാസ്. അത് മറ്റേ ഒരു കട്ട പോലെ. ഇത് ഡീപ്പ് സ്ലേഡ് മറ്റേത് ബ്ലോക്ക്. ഇത് നമ്മുടെ ചെയിന്. പിന്നെ ശരിക്കും ഇവിടെ ഡോർ ഇല്ല ഗൈസ്. ശരിക്കും ഡോറ് വെക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഈ പരിസരത്ത് ഞാൻ ശരിക്കും കുറേ ഇതുണ്ട്. ഞാൻ കണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ഥലം ഫുള്ള് കൺജസ്റ്റഡ് ആയിരുന്നു.
ശരിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നല്ല ഓർമ്മ ഉണ്ട്. ഇത് ഇവിടം വരെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു, ലൈക്ക് ഒരു കുന്നു പോലെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ശരിയാക്കി. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ക്രീപ്പറും അതൊക്കെ ഞാൻ ഇവിടെ ഉള്ള ക്രീപ്പറിനൊക്കെ കൊന്നിട്ടുണ്ട്. നമ്മുടെ വില്ലേജൊക്കെ അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഉള്ള ക്രീപ്പറിനൊക്കെ അവിടെ കൊന്നിട്ടുണ്ട്. രാത്രി സമയത്ത് കുറേ ക്രീപ്പർ വന്ന് അന്ന് ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോറ് തുറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറേ ക്രീപ്പറും ഇതും എല്ലാം ഉള്ളിൽ കയറി ഗൈസ്, പൊട്ടാതെ ഭാഗ്യം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡോറ് വെച്ചത്. ഓക്കെ, നമുക്ക് വീട്ടിനുള്ളിൽ കിടക്കാം, ഐശ്വര്യമായിട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയുക ഹോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണം? നമുക്ക് ലെഫ്റ്റ് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഓക്കെ, ഡോർ അടിക്കണ്ട. ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ. ഇവിടെ ഒരു കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു ഗൈസ് നമുക്ക് ഈ ബാത്ത് ടബൊക്കെ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ പുറത്ത് ഓൾറെഡി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്തത് നമുക്ക് ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഇതിൽ കോളുണ്ട് ഗൈസ്, ഞാൻ കുറച്ച് കളക്ട് ചെയ്ത കോള്. ഇത് ഫ്രിഡ്ജ് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് ഗൈസ്, എനിക്കറിയാം. ഫുഡ് താഴത്ത് ചിക്കൻ, റോ ചിക്കൻ. ഓക്കെ, അടുത്തത് പിന്നെ ഇത് നമ്മുടെ വെറുതെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം ആണ് ഗൈസ്. ഓക്കെ, ഇരിക്കാം. പിന്നെ ഇത് നമ്മുടെ ഇത് കുക്ക് ചെയ്യാനൊക്കെ സ്പേസ് വേണ്ടായിട്ടൊരു സ്പേസാണ്. ഇത് ലാൻറ്റേൺ, ലാൻറ്റേണും കൂടി. ഇത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ പോകാം ഗൈസ്. ഇതാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് ഏരിയ. ഇത് രസം, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ ഇങ്ങനെ ഈ സിഗ്സാഗ് ലൈനിൽ പോയതുകൊണ്ട് എനിക്ക് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. കുറച്ചുകൂടി സ്പേസുള്ള കാര്യം ഉണ്ടാക്കണമായിരുന്നു, കുറച്ചുകൂടി വലുത്, നല്ല ലക്ഷറി ആയിട്ടുള്ള. പക്ഷേ ഇത് എന്താ പറയുക, ഇങ്ങനെ സിഗ്സാഗ് ആക്കി പോകുന്നത് കറക്റ്റ് ലെങ്ത്ത് കിട്ടുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിങ്ങനെ പോകണമെങ്കിൽ ഇത് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകണ സ്ഥലം, വാഷിംഗ് ഏരിയ. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഇവിടേക്ക് പോകാം ഗൈസ്. ഇതാണ് എൻ്റെ വിശാലമായ ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂമിൽ നമ്മുടെ ബെഡുണ്ട്. ഞാൻ ഇവിടെ കടന്നിട്ടില്ല ഗൈസ്, ഇതുവരെ ഞാൻ ഇവിടെ കടന്നിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ അതിവിശാലമായ സോഫ. ഇവിടെ നമുക്ക് ടി വി ആണ്, നമ്മുടെ സെയിം ടി വി ആണ് ഗൈസ്, ഒന്നുകൂടി വാങ്ങിച്ചാണ് ഗൈസ്. അടുത്തത് അതിവിശാലമായ സ്പേസ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് ട്രൈ ചെയ്യും ഗൈസ്. പിന്നെ ഇത് ശരിക്കും ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഇടുന്നതായിരുന്നു, പക്ഷേ ഇവിടെ സ്വിമ്മിംഗ് പൂൾ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചാടാനൊക്കെ പറ്റും ഗൈസ്. ഓക്കെ നൈസ്, അടിപൊളിയല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി ഡിസൈൻ. ഓക്കെ, അടുത്തതിൽ പോവുകയാണെങ്കിൽ അടുത്തതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് ഒഴിച്ചു തരാമെന്ന് ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതും നല്ല രസമായിട്ട് ക്രിയേറ്റീവായിട്ട് നന്നായിട്ട് എന്തെങ്കിലും ഇവിടെ വെക്കാൻ പറ്റുന്നതോ എന്തെങ്കിലും ഒക്കെ ഞാനൊരു മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ ആയിട്ടുള്ള ഏരിയ, ലൈക്ക് ഇവിടെ ഫുള്ള് പ്ലാന്റ്സ് ആവണം. അതാണ് എൻ്റെ ഒരു ഐഡിയ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനും ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എൻ്റെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം ഗൈസ്. ഇപ്പോൾ തന്നെ രാത്രിയായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ കിടന്നുറങ്ങണം. നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയിട്ട് പോവാം. ഓക്കെ ഗായ്സ്, എൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ കിടക്കാൻ പോവാണ്. 3, 2, 1 കിടന്നു ഗായ്സ്. ഇതെൻ്റെ ആദ്യത്തെ ദിവസം. ഞാൻ ഇത് ഉണ്ടാക്കിയ ശേഷം ഇവിടെ കിടന്നിട്ടില്ലേ. കിടക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ്, അതുകൊണ്ട് റെഡ് ബെഡൊക്കെ. ഓക്കെ, നമുക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു അതിവിശാലമായ സ്വിമ്മിംഗ് പൂൾ, സുഖമായിട്ട് കുളിക്കാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇത് ചെറിയ പ്ലാന്റല്ല ഫ്ലവേഴ്സ്. ഇതും ചെറിയതല്ല, കുറച്ച് വലുതാണ് ഗൈസ്. കമ്പയർ ടു ദാറ്റ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ബിഗർ. ആൻഡ് ഇത് വെറുതെ ഒരു പച്ച ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലെറ്റ്സ് ഗോ. ഓക്കെ, ഇനി ഞാൻ ആ സാധനം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം ഒന്ന് ശരിയാക്കണം ഗൈസ്. ഈ ഫുഡില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവരണം ഗൈസ്. കാരണം ഒരു നല്ല രസം തന്നെയാണ്. എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായി. എനിക്ക് ഏറ്റവും പേടി എന്തിനാണെന്നറിയോ? എനിക്ക് സ്കെലിറ്റനെ പേടിയില്ല, സോംബിനെ പേടിയില്ല.
ക്രീപ്പറിനാണ് ഗൈസ് എനിക്ക് പേടി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത്, ഇത് ഒരു ഭാഗം പോയിക്കാനായി, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഭാഗം പോയിക്കാൻ എല്ലാം പൊട്ടും ഗൈസ്. എനിക്കിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ പിന്നെ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഈ കോപ്പർ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റായി ഗൈസ്, ഫുൾ ആർമേഡായി ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇതൊന്നും ഞാൻ നോക്കിക്കളാം. ഇതൊരു ചെറിയ റൈഡാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് മൈൻകാർട്ട് മൈൻകാർട്ട് വെക്കുക, അതിൽ കയറാം, ഇതിൽ മെല്ലെ പോവുക. അത് കുറച്ച് വലുതാണ്. ഞാൻ എൻ്റെ മൈൻക്രാഫ്റ്റ് ലൈഫിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ റൈഡാണ് ഗൈസ്. അവിടെ കുറേ കോപ്പർ ഉണ്ട്, കണ്ടോ നിങ്ങൾ നോട്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഇതിവിടെ മെല്ലെ പോളൂ, ബിക്കോസ് ഞാൻ സാധാ റെയില വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ മേലെ കയറിപ്പോവും. വെള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ കണ്ട നമ്മുടെ വീട്, അതിവിശാലമായി നമ്മുടെ വീട് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇനി നമ്മളിവിടെ നിന്ന് ചാടി ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ പോകും. നിങ്ങളിത് ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളിത് കമൻറ്റ് ചെയ്യുക ഗൈസ്. കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. ഇതൊരു കണ്ട നമ്മുടെ കോളൊക്കെ അവിടെ ഉണ്ട്, ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല കോളൊക്കെ ഉണ്ടെന്ന്. ഇവിടെയാണ് കുറച്ച് സ്ലോ ആയിട്ട് പോവുക. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് ഗൈസ്, ഒരു ഡിസൈനിന്. ഇവിടെ കുറച്ച് സ്ലോ ആയിട്ട് പോവുക, അവിടെ എത്തുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ആവും. ഓക്കേ, നമ്മളിപ്പോൾ ഇതൊരു ലാൻഡാണ് ഗൈസ്. ഇതൊരു ലാൻഡ്, അതൊരു ലാൻഡ്. നമ്മളിപ്പോൾ ആ ലാൻഡിൽ കൂടെ നമ്മളിപ്പോൾ പോകും. നോക്കിക്കോ, ആ ലാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിലേക്ക് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇത് ശ്രീലങ്കയാണെങ്കിൽ അത് ഇന്ത്യ ആണെങ്കിൽ, ഇത് ഇന്ത്യ ആണെങ്കിൽ അത് ശ്രീലങ്ക ആണെങ്കിൽ നമ്മൾ ആ ബോർഡർ വെച്ച് പോവാണ് ഗൈസ്. അങ്ങനെ, പക്ഷെ വഴിയില്ല, വെള്ളമാണ് ഫുള്ള്. വെള്ളത്തിൻ്റെ ഇത് കൂടെ നമ്മൾ പോവാണ് ഗൈസ്, നമ്മൾ പാലുണ്ടാക്കിയിട്ട്. ഓക്കെ, കണ്ട ഇത് ചെയ്യാനേ നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല ഗൈസ്. നമ്മളൊന്നും അവിടെ തിരിച്ച് പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് എടുത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ ഗൈസ്. നമുക്കത് പൊട്ടിച്ചിട്ട് തിരിച്ചവിടെ കൊണ്ട് അതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ ഗൈസ്. നല്ല വിഷമമുണ്ട് ഗൈസ്. ഈ വീട് ശരിക്കും അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഗൈസ്. ഞാൻ അന്ന് പറഞ്ഞു ഇതിന് 2 ദിവസം എടുത്തു, ഇതിന് മാത്രം 1 ദിവസം എടുത്തുള്ളൂ എന്ന്. ബിക്കോസ് ഞാനത് ഈ മോഡൽ കണ്ടുപിടിക്കാൻ നല്ല സമയം എടുത്തു. ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും എപ്പോഴും എന്ത് മോഡലിനെ പുതിയ വീടിന് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഞാനിന്ന് കിട്ടിയത്. അങ്ങനെ കൊന്നു ഗൈസ്, കൊന്നു. ഇതാണ് 3 ഉണ്ടായിരുന്നോ, 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷേ നെതർ പോർട്ടലിൽ ഈ പിഗ്ലിൻസൊക്കെ വന്നതിനൊരു ശല്യമാണ് ഗൈസ്. അതുകൊണ്ട് അതാ നമ്മളെങ്ങനെ വീണു, അവിടെ അങ്ങനെ ഓട്ടം വന്നു. എൻ്റെ കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ. പിന്നെ എനിക്കൊരു കാര്യം കൂടി കാണിക്കാനുണ്ട് ഗൈസ്, അതൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത്താവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ സാധനം ഞാൻ എപ്പോൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്നിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഞാനത് ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാൻ. ഈ സാധനം ഞാൻ ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തത്. ശരിക്കും ഞാൻ മൂടിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഞാനിത് വെറുതെ ഒന്ന് ഡിഗ് ചെയ്തു ഗൈസ്. താഴത്തേക്ക് കുറേ ഡിഗ് ചെയ്തു. നോക്കിക്കോ, കണ്ട അവിടെ കുറേ സാധനങ്ങൾ ഗൈസ്. ഇങ്ങനെയൊക്കെ അയൺ ഉണ്ടാവുമോ എന്നെ ഞാൻ ആലോചിക്കണേ. കണ്ട അടിപൊളി. ഞാൻ നല്ല ഒരു എന്താ പറയുക, നല്ല രസമുണ്ട്. ഇതൊക്കെ പൊട്ടിച്ച് സൈഡ് ഭാഗത്തേക്കൊക്കെ തന്നെ പോകണം ഗൈസ്. ഈ എന്താ പറയുക, ഇപ്പം എനിക്ക് പറ്റില്ല, സോഡ കൊണ്ടൊന്നും പറ്റില്ല. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതുണ്ട്, അവിടെ കുറേ അയണൊക്കെ ഉണ്ട്. എനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഇതൊന്നും എനിക്കറിയില്ല ഗൈസ്. എനിക്ക് ഉണ്ട് എവിടെയും അയണ്, ഇതവിടെ കോള്, ഇതെവിടെയും കോള്. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് വീട് ഷിഫ്റ്റ് ചെയ്യാം ഗൈസ്. നല്ല സങ്കടമുണ്ട് ഗൈസ്. ഞാൻ ഈ വീട്ടിലുള്ള വീഡിയോ ഞാനാകെ 3 വീഡിയോ ഇട്ടിട്ടുള്ളൂ തോന്നുന്നു. 2 വീഡിയോ ഇട്ടുണ്ടാവും. 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് ദിസ് 2 വീഡിയോസ്. സോ ഈ കുതിരനൊക്കെ എനിക്ക് ഇതിന് കിട്ടിയതാണ് ഗൈസ്. പിന്നെ എൻ്റെ ബാക്കിൽ കുറേ പറയാ എൻ്റെ ചിക്കന്മാരുണ്ട് ഗൈസ്. ചിക്കൻ കോഴി കഴി മുട്ടട്ടാ ഗൈസ്. കുറേ മുട്ടുണ്ട്. കണ്ട ഇപ്പം തന്നെ 16 നോക്ക്. നോക്ക്
കണ്ടാ സിമ്പിളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കോഴികളിലൊക്കെ ഇപ്പം തൽക്കാലം ഇട്ടിരിക്കട്ടെ, നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകും. നല്ല പാടായി കോഴികൾ കൊണ്ടുപോകാൻ. ഈ സീഡ് ഉണ്ടെങ്കിൽ ഈ വീറ്റ് സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കഴിച്ച് നമുക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഇത് ആൻവിൽ, നിങ്ങൾക്കറിയാലോ. പിന്നെ നമ്മുടെ കുതിരനെ നമ്മൾ പേരിട്ടു ഗൈസ്, നിങ്ങളാരും കമൻറ്റ് ചെയ്തില്ല. നമ്മൾ കുതിരയുടെ പേര് പ്രിൻസ് എന്നാണ് ഗൈസ്. നമ്മുടെ കുതിരയുടെ പേര് പ്രിൻസ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വീട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ്, ലെറ്റ്സ് ഗോ അപ്സ്റ്റെയർസ്. നമുക്ക് ബെഡ് നമുക്ക് പൊട്ടിക്കാം. നമ്മുടെ ഈ സാധനങ്ങൾ ഫുള്ളാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഓരോ ചെസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയാൽ ഈ ചെസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഈ ചെസ്റ്റല്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലിരിക്കണേ, അതിൻ്റെ ഇപ്പുറത്തുള്ള ഈ വുഡൊക്കെ വെച്ചിരിക്കണില്ലേ, അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ചെസ്റ്റില്ലേ, അതിൽ 100,000 സാധനങ്ങളുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ, ഇത് ഷിഫ്റ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. ഈ ആപ്പിൾ മുട്ട അതവിടെ കഴിക്കട്ടെ നമുക്ക്. പിന്നെ ഇത് മെല്ലെ മെല്ലെ ഷിഫ്റ്റ് ചെയ്യണം ഗൈസ്. ഇത് ഫുള്ള് കണ്ട, ഇതാണെന്നറിയാം ഗൈസ്, ഇത് ഷിഫ്റ്റ് ചെയ്യാൻ അതൊരു പ്രശ്നം. ഞാനത് ഇന്ന് തന്നെ ഫുള്ള് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. മെല്ലെ മെല്ലെ ആ കേക്ക് എന്നാ. ഓക്കെ, തിന്നു ഗൈസ്. ശരി, അതിന് ഇത് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ TV നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് സ്ക്രീനായി ഗൈസ്, വെരി ബാഡ്. ഓക്കെ, ഇപ്പോൾ ആ ബെഡ് പോയപ്പോൾ എന്തോ പോലെ തോന്നുന്നു ഗൈസ്, നല്ല വിഷമം. ഇതൊക്കെ വിട്ടിരിക്കട്ടെ ഗൈസ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ വിട്ടിരിക്കട്ടെ. നമ്മുടെ ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ വിട്ടിരുന്നോട്ടെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ കൊണ്ടുപോകാം. പിന്നെ കിച്ചൺ ഐറ്റംസ്, ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകണം, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഷൾക്കർ ബോക്സ് കൊണ്ടുപോകണം. പിന്നെ ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇരിക്കട്ടെ. ഈ ഫേണസ് വേണം, ഈ 2 ഇത് വേണം, ഈ അയൺ ഗോളം നമുക്ക് തുറന്നു വിടാം ഗൈസ്. അയൺ ഗോളമേ നിങ്ങൾ പോയിക്കോ. ഓക്കെ, സെറ്റാക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ്, ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ, നമുക്ക് മേലത്തെ ചെസ്റ്റ് നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ വുഡില്ലേ, വുഡുണ്ട് നമുക്ക്. വേറെ ഒന്നുമില്ല, നമുക്ക് അയണുണ്ട്. അപ്പോൾ അയണും കൊണ്ട് നമുക്ക് ഒരു എന്തുണ്ടാക്കാൻ പോണ കഴിച്ചാൽ അതുതന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റിന് നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ആക്സ് എന്താ കിട്ടി നമ്മുടെ അയ്യോ അയൺ ആക്സ് ഇല്ലേ? അയൺ ആക്സ് ഉണ്ട്, വെയിറ്റ്, ഇത് അയൺ ആക്സ്. ഓക്കെ, ഇനി നമുക്ക് അയൺ ആക്സ് കൊണ്ട് ഇത് പൊട്ടിക്കല്ലേ. 3, 2, 1 അല്ലാഹു അക്ബർ. എത്ര സാധനങ്ങളെ കഴിച്ചത്, എനിക്ക് താങ്ങണില്ല. അടുത്തത് പറ്റണത്ര കൊണ്ടുപോകാം ഗൈസ്. ഇതൊന്നും എനിക്ക് വെക്കാൻ തന്നെ അത്ര നല്ല ടൈം എടുക്കും ഗൈസ്. ചെസ്റ്റ് ഉണ്ടോ? അതാ ചെസ്റ്റ് ഇല്ലേ, ഇതെവിടെ കൊണ്ടുപോയി വെക്കാനാ? നമുക്ക് എന്താണ് ചെസ്റ്റ് എടുക്കാം. നമുക്ക് ഈ ചെസ്റ്റ് എടുക്കാം. ഇത് വെറുതെ ഇരിക്കുകയാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സാധനം ബീട്രൂട്ട് സീഡ് ആവശ്യമില്ല. നമുക്കിപ്പോൾ ബീട്രൂട്ട് സീഡ് എടുത്ത് കളയാം, ഈ ഫ്ലവർ എടുത്ത് കളയാം. അയ്യോ വഴി വന്നു. ഓക്കെ, അത് 2 മതി, പോവാം. ഓക്കെ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകണം. നമ്മുടെ മാൻഷനിലേക്കാണ് ഗൈസ് നമ്മൾ പോണത്. കണ്ട വേഗം ഗൈസ്, നമ്മൾ ഈ വില്ലേജിന് നമ്മൾ ഗുഡ് ബൈ പറയണം. ഈ വില്ലേജിൽ നമ്മൾ തിരിച്ചു വരും ഗൈസ്, പേടിക്കണ്ട. നമ്മൾ ഫോർ എവർ ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല. ഈ വീട് എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. എനിക്കറിയില്ല, നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട്. ശരിക്കും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ രസം മനസ്സിലായില്ല ഗൈസ്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസമായിട്ട് തോന്നിയില്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം കൊളാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കൊളാവും. ഈ വെള്ളത്തിൻ്റെ അടിയിലെത്തിയാലേ ഫാസ്റ്റ് സ്പീഡ് പോകുള്ളൂ. ഓക്കെ, നമുക്ക് മീമിനെ കൊല്ലാം. മീമിനെ കൊന്നേ. മീമി കിട്ടിയില്ല. ഒന്നോ, നമ്മുടെ പാലത്തിന് ജസ്റ്റ് അടിയിൽ കണ്ട. രാത്രി നമുക്ക് ഇന്നും കൂടി ഇവിടെ കിടക്കാം ഗൈസ്. ഇന്നും കൂടിയല്ലേ, നമ്മൾ ഇനി മുതൽ ഇവിടെ കിടക്കാൻ പോണേ. നമ്മുടെ
എന്ത് പറയാം, നല്ല രസം. ഈ ശരിക്ക് നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കണ്ട, ഇതിന് എനിക്കിഷ്ടമായത് ഈ ബ്ലൂ ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ കൂടെ ഓറഞ്ച് വെച്ചാൽ നല്ല രസമായിരിക്കും ഗൈസ്. ഞാൻ ഓറഞ്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല 2 രസമുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെയാണ് വെക്കാൻ പോകണമെന്നറിയോ? നമ്മുടെ ബെഡ്റൂമിൽ നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ബെഡ്റൂമിൽ കണ്ട സ്റ്റിൽ ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് ഗൈസ്, തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വെക്കാം. എവിടെ? നമ്മൾ ജസ്റ്റ് അവിടെ. ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വെക്കാം. ഈ സാധനങ്ങളൊക്കെ കയറ്റിക്കോളി. പിന്നെ ഗൈസ് എനിക്ക് ലൈക്ക് നമ്മൾ ഒറ്റ നെക്കിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും അതിൽ വെക്കാൻ പറ്റില്ലേ? അങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ എനിക്ക് വെക്കണമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റണം. നമ്മളത് ശരിക്കും ഒറ്റ നെക്കിലല്ല, ലൈക്ക് ഇത് ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് അമർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൂസ് ആവില്ല. നമ്മളത് അമർത്തിക്കഴിഞ്ഞാൽ നേരെ ഇതിൽ പോവും. പക്ഷെ എൻ്റെ ആണെങ്കിൽ മൂവ് ചെയ്യണം. അതെന്താ അറിയില്ല ഗൈസ്. നിങ്ങളുടെ അത് ഏത് ഇതാണെന്ന് എനിക്കറിയില്ല. ഏത് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പെട്ടെന്ന് ആക്കാനൊക്കെ പറ്റും, സിമ്പിളാണ് മാറ്റാനൊക്കെ. ടൈം എടുക്കും ചെറുതായിട്ട്, പെട്ടെന്ന് മാറ്റും പക്ഷെ ടൈം എടുക്കും. എന്നാലും രാത്രിയായില്ലേ ഗൈസ്, നമ്മുടെ 2ാമത്തെ ദിവസം കൂടി ഇവിടെ കിടക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു. നമ്മുടെ ഇനി അടുത്ത ഷിഫ്റ്റിങ്, ഈ ഷിഫ്റ്റിങ്ങിന് ഒരു ദിവസം പോവും. അങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഈ കളക്ട് ചെയ്ത ഈ ഇങ്ങനത്തെ ഈ അയേൺ ഇൻഗെറ്റ് അങ്ങനത്തെ ഓറുകളൊക്കെ ഉണ്ടല്ലോ, ഓറ് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഗൈസ് എനിക്കൊരു സീക്രട്ട് ഇതുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നില്ലേ, ഒരു സീക്രട്ട് റൂം. അന്ന് സീക്രട്ട് റൂമല്ല, ഒരു അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ബേസ്. അവിടെ നിന്ന് ഈ ഹോപ്പറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സാധനം വെച്ചിട്ട്, അതന്നെ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു സീക്രട്ട് റൂം ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ വേറൊരു സീക്രട്ട് റൂം ഉണ്ട്. സീക്രട്ട് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ നല്ല സിമ്പിളാണ് ഗൈസ്. പക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. ഓക്കെ വാ. അയ്യോ, നല്ല പൊട്ടോ ഇല്ല. നമുക്ക് അതിപ്പോഴല്ല ഗൈസ്, നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് ലെങ്തി വീഡിയോ ഇരിക്കും ഗൈസ്, ഉറപ്പാണ്. ഓക്കെ, എനിക്ക് വീഡിയോസ് ലെങ്ത് ആക്കണത് അത്ര ഇഷ്ടമില്ല, പക്ഷെ നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫേവററ്റ് ഗെയിം ലൈക്ക് ഈ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമർ എന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എനിക്ക് കുറേ ഉണ്ട്. എനിക്ക് ഗെയിം തെറപ്പിസ്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചാനുണ്ട്, പിന്നെ നമ്മുടെ നൂബ് മാസ്റ്ററൊക്കെ പൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ് ഗൈസ്. ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെടും. ഇപ്പം എനിക്ക് ഫസ്റ്റ് ആരിനെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് നൂബ് മാസ്റ്ററിനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗെയിമിംഗ് വീഡിയോസൊക്കെ കണ്ടത് വേറെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ മലയാളത്തിന് ഞാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണാൻ നൂബ് മാസ്റ്ററിൻ്റെ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. അടുത്തത് ഞാൻ ഗെയിം തെറപ്പിസ്റ്റ് ആ സെയിം ടൈമിൽ തന്നെ ഞാൻ കണ്ടത്. ഒരു കുറച്ച് ലൈക്ക് വീക്സ്, ഐ എം ഷുവർ ഇറ്റ്സ് ഒരു കുറച്ച് വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നേ കാണാറുണ്ട് ഗൈസ്. പക്ഷെ അത്ര ഫാനായിരുന്നില്ല എനിക്ക് അറിയില്ലായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. ഫസ്റ്റ് എനിക്ക് നൂബ് മാസ്റ്ററിൻ്റെ ഇതായിരുന്നു. പിന്നെ ഗെയിം തെറപ്പിസ്റ്റ് വന്നപ്പോൾ ഗെയിം തെറപ്പിസ്റ്റ്, എന്നിട്ട് ഇപ്പോൾ നൂബ് മാസ്റ്റർ, എന്നിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ പെർഫെക്റ്റ് ഗെയിമിംഗ് വെച്ചാൽ ഓരോ സമയത്ത് ഓരോ ഫേവറേറ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ ഇതിലുണ്ടാവുക. എല്ലാ ഹ്യൂമൻ ബീനിക്കും അങ്ങനെ ഉണ്ടാവും ഗൈസ്, ഐ എം ഷുവർ 100%. ഓക്കെ, നമുക്കത് ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇല്ല ഗൈസ്, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കുറേ ബ്ലോക്സ് ഉണ്ട്. എന്ത് ബ്ലോക്സ്? അത് തന്നെ. അയ്യോ, നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റത്തെ റൂട്ടീനൊക്കെ നമുക്ക് നോക്കണ്ട ഗൈസ്. നമുക്ക് ജോലിയില്ല. നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് അറിയാം ഗൈസ്. ഇവിടെ നമ്മൾ വന്നത് 6 ഉണ്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്. 6 മതി, നമുക്ക് ഒരെണ്ണം മതി ആയിരിക്കുമല്ലല്ലേ. ഇതിപ്പോൾ തൽക്കാലത്തിന് ഇവിടെ വേറൊരു സാധനം വെക്കണമെന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഇവിടെ വെക്കാം. ഇത് ഫില്ല് ചെയ്യാൻ ഒന്ന് പോലും വേണ്ട ഗൈസ്. അല്ല സോറി, ഇത് 2 കൂടി ഒന്നിച്ചിട്ടാണ്. ഓക്കെ, നമുക്കത് സെറ്റാക്കി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഈ സർവൈവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്കൊരു ഗോൾഡൻ
ഒരു ഹോസിൻ്റെ ഇത് കിട്ടിയില്ലേ, അതെവിടെയാണ് എനിക്ക് എത്ര തപ്പിയിട്ടും കാണാനില്ല ഗൈസ്. അത് ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടേർട്ടിൽ ഷെല്ലൊക്കെ എവിടെ നിന്ന് കിട്ടി? ഈ എന്താ പറയുക, ആ തന്നെ ഗൈസ്, അത് തന്നെ നമ്മുടെ മുട്ട. ഓക്കെ, അതൊന്നും കാണാനില്ല ഗൈസ്. എനിക്ക് നമ്മുടെ ഈ ഹോർസിന് ഇട്ട് കൊടുക്കണമെന്നുണ്ട്. എനിക്ക് ഡയമണ്ട് കണ്ടുപിടിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് ആ ഡയമണ്ടിൻ്റെ ആ സാധനങ്ങൾ ഇട്ട് കൊടുക്കും ഗൈസ്, ഉറപ്പാണ്. അതിൻ്റെ ഹോസ് ആർമർ ഉണ്ടല്ലോ, അതിന് എത്ര ഡയമണ്ട് വേണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ കണ്ട പെട്ടെന്ന് പണി തീർന്നു. ഈ ആപ്പിൾ കഴിച്ചിട്ട് ഫുഡ് സ്റ്റില്ല് തീരുന്നു. എനിക്ക് ഓടാൻ പറ്റില്ല, അറിയില്ല ഗൈസ്. ആ കണ്ടാ ഓടാൻ പറ്റുന്നില്ല. ഓക്കെ, കിട്ടുന്നുണ്ട്. നമ്മുടെ വില്ലേജ്, ഞാൻ ശരിക്കും നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ എടുത്തത് എത്ര വീഡിയോ, ഇത് ഇൻക്ലൂഡിങ് ദിസ് 6 റൈറ്റ്, ഐ തിങ്ക് സോ. 6 വീഡിയോസ്. പക്ഷേ ഞാൻ ഈ സർവൈവൽ സീരീസിൽ കുറേ വട്ടം കളിച്ചിട്ടുണ്ട് ഗൈസ്, കുറേ വട്ടം കളിച്ചിട്ടുണ്ട്. അല്ലെ കുറേ വട്ടം എന്ന് പറഞ്ഞാൽ കുറേ വട്ടം കളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഇനി അത്ര സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്, കഴിഞ്ഞു. ലൈക്ക് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഫാം നമുക്ക് ഇവിടെ ഇരുന്നോട്ടെ. ഈ സാധനം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഈ ചെസ്റ്റുകൾ നമുക്ക് കൊണ്ടുപോകണം. നമ്മൾ ഡയമണ്ട്സ് ഒക്കെ സേഫ് അല്ലേ? 7 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തെ ഇവിടുത്തെ ഒന്നും ഞാൻ എടുക്കണില്ല ഗൈസ്, ഇവിടുത്തെ ഒന്നും എടുക്കണില്ല. ഫേണസ് ഇത് അല്ലാണ്ട് വേറെ ഒന്നും എടുക്കണില്ല ഗൈസ്. ഇതെന്തത്? ഇതെവിടെ നിന്ന് വന്നു? ഓ, ഇതൊക്കെ ഞാൻ കുറേ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ 1 more റൗണ്ട് ഉണ്ടാവും ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് റൗണ്ട്. പിന്നെ എനിക്ക് ഇലൈട്ര ഇല്ലേ ഗൈസ്, ഇലൈട്ര എനിക്ക് NCT നല്ല കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു. NCT എന്നല്ല ഗൈസ് കിട്ടുക. ഞാൻ NCT പോകണം ഗൈസ്, എന്നിട്ട് അവിടെ ഇലൈട്ര എടുത്തിട്ട് വരണം ഗൈസ്. ബിക്കോസ് ഇലൈട്ര എനിക്ക് ആവശ്യമുണ്ട് ഗൈസ്, പറക്കാൻ വേണം. പിന്നെ റോക്കറ്റ്സ്, പിന്നെ ഇലൈട്ര കൊണ്ട് ഞാൻ എത്ര പറക്കാൻ നോക്കിയിട്ടും എനിക്ക് കിട്ടണില്ല ഗൈസ്. എനിക്കറിയില്ല എന്താ. ഞാൻ ക്രിയേറ്റീവ് മോഡിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് കിട്ടണില്ല, എന്താ അറിയില്ല. ക്രിയേറ്റീവ് മോഡിൽ ഞാൻ വേറെ ഇതിലൊക്കെ വേറെ വേൾഡിലൊക്കെ ഞാൻ ക്രിയേറ്റീവ് മോഡിലൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്, കിട്ടണില്ല എനിക്ക്. അതങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്നും പറഞ്ഞു തരണേ, എനിക്കറിയില്ല ഗൈസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് പറത്തണ്ടേ, പക്ഷെ അവരെന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും കിട്ടണില്ല. ഹൗ ടു ഫ്ലൈ ഇലൈട്ര എന്ന് സെർച്ച് ചെയ്ത് നോക്കി, എനിക്ക് ശരിക്കും എന്താ പറയുക കിട്ടണില്ല നമ്മുടെ വീട്. പിന്നെ നിങ്ങൾ മറക്കരുത് ഗൈസ്, ഈ സൈഡ് ഞാൻ നിങ്ങൾക്ക് ഒഴിച്ചു നിൽക്കുകയാണ് ഗൈസ്. ഈ സൈഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്തോ. മുട്ട നമ്മുടെ കുറേ ഓക്കുണ്ട് ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഈ എന്താ പറയുക, നമ്മളൊരു കേവ് കണ്ടില്ലേ, അവിടെ കുറേ അയണൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ലേ, അവിടെ ശരിക്കും ഇതൊക്കെ ഇവിടെ നിന്ന് വന്നു, ഈ ഒബ്സീഡിയനൊക്കെ നമ്മൾ അന്ന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയിരിക്കും. അങ്ങനെ അവിടെ ഒരു സ്റ്റേഴ്സൊക്കെ കണ്ടില്ലേ ഗൈസ്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മരം വെട്ടി അങ്ങനെ ഈ ബോണൊക്കെ എന്തിനാണോ ആവും. ഓക്കെ ഗായ്സ്, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇതൊക്കെ ഇതിലിരിക്കട്ടെ. നമ്മുടെ ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, നമ്മുടെ കഴിഞ്ഞില്ലേ. നമുക്ക് ആ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ട ഗൈസ്, അതൊക്കെ നമുക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പോവാം. നമ്മുടെ ഒരു പിക്കാക്സ് ഇല്ല, നമ്മുടെ ഒരു ഡയമണ്ട് പിക്കാക്സ് ഇല്ല. ഓക്കെ, നമ്മുടെ പിക്കാക്സ് എടുക്കാം. പിക്കാക്സ് നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി മൈൻ ചെയ്തിട്ട് വരാം. മൈൻ ചെയ്യാനല്ല ഗൈസ്, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം. നമുക്ക് എന്താ പറയുക, ആപ്പിള്
നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട്, അവിടെ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല ഗൈസ്, വെറുതെ ഒന്ന് കുഴിച്ച് നോക്കിയിട്ടുള്ളൂ. കണ്ട പില്ലേജേഴ്സ് ഇവരുടെ എനിക്ക് 2 പൊട്ടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ആ ബോയനാരം ഉണ്ടായിരുന്നല്ലോ. പൊട്ടിക്കടാ. നമുക്ക് പോയാലോ, ഫൈറ്റ് ചെയ്താലോ ഗൈസ്? കുറേ ആൾക്കാരുണ്ട്, അതാ പ്രശ്നം. വാടാ പൊട. നീ ആരുടെ അടുത്താണ് കളിക്കണമെന്നറിയോ? അബ്ദു ഗെയിമിംഗ് മാസ്റ്റർ അബ്ദു. അയ്യോ, ഇവരിനെ ഞാൻ മിക്കവാറും അടി വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ അവരെ കൊല്ലും, നോക്കിക്കോ. വെയിറ്റ്. അയ്യോ, എൻ്റെ ആ ബോവനാരം എങ്കിലും ഒന്നുമില്ല. അയ്യോ, ബോവനാരം ഉണ്ടെങ്കിൽ കുറേ ആൾക്കാരെ കൊല്ലായിരുന്നു. ഓക്കെ, എവിടെ പോയി? വാടാ. നമുക്ക് ബോവനാരം എടുത്തിട്ട് വന്നിട്ട് ഒരു കൊന്നാലോ? ഇവിടെ ആ ബോവനാരം അതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്, എനിക്കറിയാം. നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് അടക്കാൻ പോവാം. സ്പീഡില്ല കണ്ട, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ളൂ, അപ്പത്തേനും ഇത് പോയി. ഓക്കെ, ഇവിടെ കുറേ മരങ്ങൾ ഞാൻ ഓക്ക് സാപ്ലിങ്സ് കിട്ടിയപ്പോൾ ഇവിടെയൊക്കെ കുറേ മരങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എളുപ്പം നമ്മുടെ ഇതല്ലേ? അയ്യോ, ഒന്നും വെക്കാനില്ലല്ലോ. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഈ അയൺ വെക്കാം. ഓക്കെ, രാത്രിയായി ഗൈസ്, എന്ത് ചെയ്യാനാ? നമ്മളുടെ അടി പോവാ. പിന്നെ നമ്മളെവിടെയാണ്? നമ്മുടെ പോവനാരോ ഇതിൻ്റെ ഉള്ളിലാണ് ഗൈസ്. നമ്മുടെ പോവനാരോ. ഈ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ടോ? എനിക്കറിയില്ല ഗൈസ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബിക്കോസ് എനിക്ക് വീഡിയോ ലെങ്ത് ആകുമ്പോൾ നമുക്ക് വെറുതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആരോ 2 എടുക്കാം. പറയാൻ പറ്റില്ല. നമുക്ക് കുറേ പില്ലേജസ് വരും. എത്ര പില്ലേജസ് ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കും. നമ്മളോട് കളി. അതാ ഓക്കെ. കണ്ട ഗൈസ്, അവരവിടെ നിന്ന് ഓടിയിട്ടുണ്ടാവും. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിയിട്ടുണ്ടാവും ഗൈസ്, ഉറപ്പെന്ന് പറയാൻ പറ്റില്ല. ഓ ഗൈസ്, രാത്രി നമുക്ക് അവിടെ കടന്നിട്ട് വന്നാൽ മതിയായിരുന്നു. നമുക്ക് ഇവിടെ കുറേ വീടുണ്ട് ഗൈസ്. നമ്മളുടെ ഇപ്പോൾ ഈ വീട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് റൂം ഉണ്ട്. സീക്രട്ട് റൂം അല്ല, ആ വലിയ വീടുണ്ട്. ആ വലിയ വീട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീടുണ്ട്. അത് രണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സീക്രട്ട് റൂം ഉണ്ട്. ആ സീക്രട്ട് റൂമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ വില്ലേജ് ഉണ്ട്. അവിടെ ബെഡിൽ കിടന്നുറങ്ങി. കണ്ട പോടാ. എൻ്റെ വീട് മിക്കവാറും ഇവരൊന്നും പൊട്ടിക്കും, എൻ്റെ പഴയ വീട്. എനിക്ക് പില്ലേജസിന് അടിക്കണം. എനിക്ക് നിന്നെ അടിച്ചിട്ട് സമയമില്ല. പോയവർ, ഞാൻ പറഞ്ഞില്ല അവർ പോയിട്ടുണ്ടാവുന്നത്. എയിമിങ് ആൻഡ് ഷൂട്ട്. അതാ പൊട്ടി. അയ്യോ, ഒക്കെ അവിടെ കടന്നുറങ്ങാം ഗൈസ്. വെറുതെ അവിടെ നിന്ന് ഞാൻ ഓടാൻ നോക്കുമ്പോഴേക്ക് ഞാൻ വാറ് ബട്ടനായിട്ട് ഗൈസ് അമർത്തിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ അത്ര സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ആപ്പിള് കണ്ട രാത്രിക്ക് ഇവിടെ സ്പൈഡറും ഇതൊക്കെ വരും. സ്പൈഡർ കണ്ടില്ലല്ലോ. സ്പൈഡറൊക്കെ കണ്ടില്ല. സ്പൈഡറും നമുക്ക് ഈ പശുവിനെ സ്വന്തമാക്കണം ഗൈസ്. സ്പൈഡറും ഒക്കെ വന്നിട്ട് നമ്മളെ പൊട്ടിക്കുക. അത്ര പ്രശ്നമാണ് ഈ സ്ഥലം. ആ സ്ഥലത്ത് ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് റിയലൈസ് ചെയ്തത്. ബിക്കോസ് വേറെ ഒരു സ്ഥലം എനിക്ക് കിട്ടണില്ല ഗൈസ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും കൺജസ്റ്റഡ് ആണ്. ഈ സ്ഥലം നല്ല കൺജസ്റ്റഡ് ആയിരുന്നു ഗൈസ്. പക്ഷെ ഇത്രയും ഒരു കുറേ എന്താ പറയുക, നമുക്ക് വലുതാക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലുതാക്കി. പക്ഷെ സ്റ്റിൽ എനിക്ക് ചെറുതുപോലെ തോന്നുന്നത്. അയ്യോ, നമ്മുടെ ആർമറൊക്കെ പോയി. ഓക്കെ. ക്രീപ്പർ പൊട്ടിച്ചിട്ട് ഇവിടെ അത്ര സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2 ആരോ ഓക്കെ. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ടൈം. സ്വൈങ്. നമ്മുടെ ഇതവിടെ പോയി? ലെഗിങ്സ് എവിടെ? ലെഗിങ്സ് കൂട്ടാ. നമ്മുടെ പിക്കാക്സ്.
ഈ പിക്കക്സ് അതാ കിട്ടി. കുറേ ഉണ്ട്, ഇതവിടെയൊക്കെ ഉണ്ട്. ലെഗിങ്സ് കുട്ടാ എവിടെ പോയി വില്ലേജസ് എവിടെ പോയി? ഞാൻ ഇവനെ വേണ്ടിയിട്ടാണ് വന്നു ഇവിടെ. വില്ലേജസ് ഞാൻ പറഞ്ഞില്ല അവർ പോയിട്ടുണ്ടാവുമെന്ന്. അല്ലാതെ പശുവാ. അതാ ഗൈസ്, ഇല്ല ഗൈസ് അത് പശുവാ. എവിടെ? അവരെ എത്ര ആൾക്കാരുണ്ട്? 5-6 ആൾക്കാരുണ്ടായിരുന്നില്ലേ? 5 ആൾക്കാരുണ്ടാവും, 4-5 ആൾക്കാർ. കുഴപ്പമില്ല, നമുക്കത് സേഫ്റ്റി എന്തിനാ? നമുക്ക് സേഫ്റ്റി വേണ്ട മൈൻക്രാഫ്റ്റിൽ. ഓക്കെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട്, ആ വീട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തില്ലേ, അതാ പോയി നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാ പോയത് നോക്കിക്കോ, ആരോ കണ്ട പോണണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞില്ലേ ആ സൈഡ് എന്ത് ചെയ്യണം നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യണേ ഗൈസ്. നിങ്ങളുടെ ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം, മേലത്തെ സ്പോട്ട്. പിന്നെ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊരു വ്യൂ നോക്കണ്ടേ? ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 106 ആണ്. എൻ്റെ ലക്ഷ്യം 1 മില്യൺ ആണ് ഗൈസ്. അതിനൊക്കെ എത്ര പോകണമെന്നറിയാം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇപ്പോഴത്തേക്ക് നിങ്ങളൊരു 1K അടിച്ചു തരണം ഗൈസ്. 1K, ഒരു 1000 ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് 1K അടിച്ചാൽ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആ സ്ഥലം നിങ്ങൾക്ക് വിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എന്താ വെക്കേണ്ടതെന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഹാഫ് ഓഫ് ദ പീപ്പിൾ സെഡ് വേറെ ഒരു സാധനം പറഞ്ഞു, ബാക്കി ഹാഫ് ഓഫ് ദ പീപ്പിൾ വേറെ സാധനം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ലൈക്ക് ഉണ്ടാവുമല്ലോ, ആർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്ക് ആ സ്ഥലം കിട്ടും ഗൈസ്. ലൈക്ക് ആ സ്ഥലം ഞാനവിടെ ബിൽഡ് ചെയ്യും ഗൈസ്, അവിടെ വെക്കും. എൻ്റെ പ്ലാന് ഒരു ഗ്രീനറി, അവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അടുത്ത വീഡിയോ ഇടാൻ പോണത് ചിലപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിരിക്കും ഗൈസ്, പറയാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കാം. ബൈ ഗൈസ്.